എല്ലാവർക്കും നമസ്കാരം. Happy Mother's Day to all the beautiful mothers who are watching this video. The truth of being a mother. അമ്മ എന്നുള്ളൊരു പദത്തിന്റെ അർത്ഥം പലരും മറന്നു പോകുന്നു എന്നൊരു സംശയം. ഇന്നത്തെ കാലഘട്ടം നമ്മളെ അത് വല്ലാണ്ട് ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ അമ്മ എന്നുള്ള ഈ ഒരു വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ അമ്മ എന്താണ് എന്നുള്ളതിനെ ചൊല്ലി ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അമ്മ ഒരു കുടുംബത്തിന്റെ വിളക്കാണ്, അമ്മ ഒരു കുടുംബത്തിന്റെ ബാക്ക് ബോൺ ആണ് എന്ന് നമ്മളെല്ലാവരും പറയാറുണ്ട്. അതൊരു സത്യം തന്നെയാണ്, അല്ലെ? ഒരു മരം അതിൻ്റെ എല്ലാ ശാഖകളും ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും വളർന്ന് പന്തലിച്ചു നിൽക്കുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന എല്ലാവർക്കും അതൊരു വലിയ തണല് നൽകുന്നു, അല്ലെ? ആ ഒരു കുടുംബത്തിലെ ഒരു തണൽ മരം പോലെയാണ് അമ്മ. ആർക്ക് എപ്പോഴും ഏത് പ്രായത്തിലാണെങ്കിലും അവിടെ വന്ന് ആ തണലിന്റെ ചോട്ടിൽ വന്നാൽ അവർക്ക് എല്ലാ രീതിയിലുള്ള ഒരു താങ്ങും തണലുമാണ് ഏതൊരു അമ്മയും ഒരു വീട്ടിലുണ്ടാവുന്നത്, അല്ലെ? എല്ലാ കുടുംബത്തിലെ ആരോഗ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അത് സാമ്പത്തിക ആരോഗ്യമാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ആണെങ്കിലും മെന്റൽ ഹെൽത്ത് ആണെങ്കിലും സോഷ്യൽ ഹെൽത്ത് ആണെങ്കിലും എല്ലാം കാത്തു സൂക്ഷിക്കുന്നത് ആ വീട്ടിലെ അമ്മയായിരിക്കും. അമ്മയാണ് എല്ലാം കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് എപ്പോഴും കാണാവുന്നതാണ്. ഈ അമ്മ എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു വാക്കായിട്ട് പലരും അതിന്റെ വാല്യൂ അറിയില്ലാണ്ട് ഇന്ന് ഇഷ്ടംപോലെ അമ്മമാര് നമ്മുടെ ചുറ്റും അനാഥരായി കാണുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കത് വളരെ വളരെ വേദനയുള്ളൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഇതിനെ പറ്റിയൊക്കെ ഒന്ന് നമ്മളുടെ കൺസെപ്റ്റിൽ ഉണ്ടായിരുന്ന അമ്മമാര്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഏജ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്ന അമ്മമാർ എന്തായിരുന്നു, ഇന്നത്തെ കാലഘട്ടത്തിലെ അമ്മമാർ എങ്ങനെയും മാറുന്നു, അല്ലെങ്കിൽ ആൾക്കാർ അമ്മമാരെ കാണുന്നത് എങ്ങനെയാവണമെന്നൊക്കെ ഉള്ളതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്, അല്ലെ? പല ബന്ധങ്ങളും നിലനിർത്തുന്നത് വീട്ടിലെ അമ്മയായിരിക്കാം. നമുക്ക് ഒരു വീട്ടിലെ സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് അമ്മയാണ്. ഒരു വീട്ടിലെ ഒരു കുടുംബാംഗത്തിന്റെ മുഖം വാടിയാൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആ ഒരു മുഖത്തിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റും, അവരുടെ ആരോഗ്യം മോശമാണെങ്കിലോ മനസ്സിന് വിഷമമുണ്ടെങ്കിലോ എല്ലാം ആ അമ്മയ്ക്ക് അറിയാമായിരുന്നു. അമ്മ എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ഡോക്ടർ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ വൈദ്യൻ എന്ന് പറയുന്ന അമ്മയായിരുന്നു. അമ്മയുടെ ഭക്ഷണമായിരുന്നു നമ്മുടെ എല്ലാവരുടെയും മരുന്ന്, അമ്മയുടെ അടുക്കളയായിരുന്നു നമ്മുടെ എല്ലാവരുടെ ഹോസ്പിറ്റൽ. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു അമ്മയ്ക്ക് ആ കുടുംബത്തിലെ ഓരോരുത്തരുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനുള്ളത് എല്ലാ ചെപ്പടി വിദ്യകളും ആ അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ അവനോന്റെ കാര്യം സ്വന്തമായി ജീവിക്കാൻ മറന്നുപോയ അമ്മമാരുള്ള ഒരു പാരമ്പര്യമാണ് നമുക്ക്, അല്ലെ? അങ്ങനത്തെ ഒരു കാലഘട്ടത്തിനകത്ത് ജീവിച്ചതാണ് നമ്മൾ പലരും. അപ്പൊ ഈ അമ്മ എന്ന് പറയുന്ന ഒരു മൾട്ടി ടാസ്കിങ് ജോലി തന്നെയാണ്. അത് നിസ്സാരമായിട്ടുള്ള ഒരു കളിയല്ല. അമ്മ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും അമ്മയ്ക്ക് എന്താ വീട്ടിൽ ഇത്ര പണിയെന്ന് വെക്കും. അമ്മ എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും അമ്മ എന്ന് പറയുന്നത് ഒരു മൾട്ടി ടാസ്കിങ് ജോലി തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അപ്പൊ അവര് ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ചും കൂടെ കൂടുതൽ പറയാം, കാരണം വർക്കിംഗ് വിമൻ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ഡ്രൈവറിന്റെ ജോലി, ഒരു ട്രെയിനറിന്റെ ജോലി, ഒരു ടീച്ചറിന്റെ ജോലി, ഒരു കുക്കിന്റെ ജോലി, ഒരു ഡിസൈനറിന്റെ ജോലി, ഒരു ഡെക്കറേറ്ററിന്റെ ജോലി, എല്ലാ ജോലികളും എല്ലാം മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറുകയാണ് അമ്മ. സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാണ്ട് കുടുംബത്തിന്റെ ആരോഗ്യം മാത്രം നോക്കിക്കൊണ്ടിരുന്നിരുന്ന അമ്മമാരും നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ അമ്മമാരുടെ ആരോഗ്യം നമ്മൾ ഓരോരുത്തരും കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂന്ന് നമ്മൾ പറയുന്ന പോലെ ഒരു അമ്മ ആ കുടുംബത്തിന്റെ ആരോഗ്യം ഇല്ലാണ്ട് പോയ ഒരു കുടുംബമാണ്, അല്ലെങ്കിൽ അമ്മയ്ക്ക് ആരോഗ്യം ഇല്ലാത്തൊരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിന്റെ ആരോഗ്യം എല്ലാ രീതിയിലും നശിച്ചു പോവാണ്. അപ്പൊ അമ്മയെ എല്ലാ രീതിയിലും നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളതും അമ്മ എന്നുള്ള വാക്ക് നമ്മൾ ഓരോരുത്തരും അത് എന്താന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതും വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആരോഗ്യമുള്ള ഒരു അമ്മമാരിൽ നിന്നാണ് ആരോഗ്യമുള്ള ഒരു കുടുംബം ഉണ്ടാവുന്നത്. ആരോഗ്യമുള്ള കുടുംബങ്ങളാണ് ആരോഗ്യമുള്ള ഒരു സമൂഹത്തിനെ ഉണ്ടാക്കുന്നത്. ആരോഗ്യമുള്ള ഒരു സമൂഹത്തിൽ കൂടെയാണ് നമുക്ക് ആരോഗ്യമുള്ള അടുത്ത തലമുറയെ കൊണ്ടുവരാനും പറ്റുന്നത്. അപ്പൊ ഈ അമ്മമാർ ഓരോരുത്തരും നമ്മളുടെ കൈ പിടിക്കുന്നുണ്ട്. കുറച്ചു കാലമേ അവർ നമ്മുടെ കൈ പിടിക്കുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ഹൃദയം അവര് എല്ലാ കാലത്തും അവരത് എക്കാലത്തും ഹൃദയം ഏറ്റെടുത്തു, അല്ലെങ്കിൽ അത് നമ്മളുടെ കൈ വിട്ടാലും നമ്മുടെ ഹൃദയം അവരുടെ കയ്യിൽ സുരക്ഷിതമാണ്.
ഒരു അമ്മയാവുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും റിയലൈസ് ചെയ്യണത്. അതായത് വി ക്യാൻ ഡു എനിത്തിങ്, ഓൾമോസ്റ്റ് എനിത്തിങ് വൺ ഹാൻഡഡ് ആയിട്ട്. അത് അത്ര മൾട്ടി ടാസ്കിങ്ങും എല്ലാ കാര്യങ്ങളും ചെയ്യാനൊരു കഴിവ് നമുക്കുണ്ടെന്ന് അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഈ അമ്മമാരെന്ന് പറയുന്ന ഒരു ഗ്ലൂ പോലെയാണ്. അവിടെ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അവരെ കാണാൻ പറ്റിയില്ലെങ്കിലും അവര് ഫാമിലിയെ ഒരുമിച്ച് ചേർത്ത് നിർത്തുക എന്നുള്ളത് അവരെവിടെ ഇരുന്നാലും അത് ചെയ്യും. അവർ ഗ്ലൂ, ദേ ഹോൾഡ് ദ ഫാമിലി ടുഗദർ. ഈവൻ വെൻ വി ഡോണ്ട് സീ ദം, they keep the family together. അപ്പൊ ലൈഫ് എന്ന് പറയുന്നത് ഡസൻ കം വിത്ത് എ മാനുവൽ. ഒരു മാനുവലും കൊണ്ടല്ല നമ്മളാരും വരണം, പക്ഷെ നമ്മൾ കം വിത്ത് അമ്മ. ഒരു അമ്മയെ ആയിട്ടാണ് നമ്മൾ, ഒരു അമ്മയും കൊണ്ടാണ് നമ്മൾ വരുന്ന ജീവിതം, അല്ലെ? അതിനകത്ത് എല്ലാം ഉണ്ട്. അതിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ അമ്മ എന്നുള്ള അർത്ഥത്തിനകത്ത് നമ്മുടെ ജീവിതം തുടങ്ങുന്നതും അവസാനിക്കണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ആ വാക്കിനകത്തോ അല്ലെങ്കിൽ ആ മാനുവലിനകത്ത് ഉണ്ട്. നമുക്ക് അമ്മ എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ജനിക്കുന്നത്. അപ്പൊ ലോകത്തിന്റെ മുമ്പിൽ നിങ്ങളൊരു അമ്മയായിരിക്കാം, പക്ഷെ നിങ്ങളുടെ കുടുംബത്തിന്റെ മുമ്പിൽ നിങ്ങളാണ് അവരുടെ ലോകം. ഓക്കെ. അപ്പൊ ഒരു അമ്മ അവരുടെ റോള് എത്ര ഭംഗിയായിട്ട് ഏറ്റെടുക്കുന്നോ ആ രീതിയിൽ ഒരാൾക്കും ആ റോൾ ഏറ്റെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഒരു മദർഹുഡിലും അപ്പുറമുള്ളൊരു ഹീറോയിസം എന്ന് പറയുന്നത് ലോകത്തിൽ വേറെ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് ആണ് സത്യം. അപ്പൊ ഒരു അമ്മയാവുമ്പോഴാണ് നമ്മൾ ഇതുവരെ നമ്മളിൽ ഉണ്ടെന്ന് അറിയാത്ത ഒരു ശക്തിയെ തിരിച്ചറിയണത് തന്നെ സത്യത്തിൽ നമ്മളൊക്കെ ഒരു അമ്മയാവുമ്പോഴാണ്. അപ്പൊ അമ്മ ഇസ് ദ ഓൺലി പേഴ്സൺ ഹു ക്യാരീസ് us 9 months in a belly, 3 years നമ്മുടെ കൈ പിടിക്കുന്നു, ആൻഡ് ഫോർ എവർ ഇൻ എ ഹാർട്ട്. ഇങ്ങനെയാണ് ഓരോ അമ്മമാരും നമ്മളെ കൊണ്ടു നടക്കുന്നത്. പക്ഷെ ഈ അമ്മമാരെ എങ്ങനെയാണ് തിരിച്ച് ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഒരു വിഭാഗം അമ്മമാര് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ വളരെയധികം സങ്കടമുള്ള ഒരു കാര്യമാണ്. പക്ഷെ എത്രത്തോളം നമ്മൾ അവരുടെയൊക്കെ ഹൃദയം തകർത്തിട്ടുണ്ടെങ്കിലും a mother will always accept you no matter how many times you have broken a heart. ഒരു സത്യം തന്നെയാണ്. ഒരു അമ്മയും എത്രയൊക്കെ മക്കള് ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ മക്കളെ പറ്റി അവരോട് കുറ്റം പറയാൻ അവർക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യം. അതാണ് ഈ അമ്മ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഈ അമ്മ, ഓൾ ആ മദേഴ്സ് ഡേ എല്ലാവരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഹാപ്പി മദേഴ്സ് ഡേ വിഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ അമ്മ എന്നുള്ള ആ ഒരു വാക്ക് എത്ര വാല്യുബിൾ ആണെന്നുള്ളതും നമ്മുടെ പാരമ്പര്യത്തിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്ന അമ്മമാരൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതും പലരും മറന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ നമ്മൾ ഈ അമ്മ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഒരു നല്ലൊരു ഫ്രണ്ട്, ഒരു നല്ലൊരു ടീച്ചർ, നല്ലൊരു എന്താ പറയുക ഗൈഡ്, നല്ലൊരു എന്താ എല്ലാ രീതിയിലും ചീത്തയും പറയും, പക്ഷെ അതേപോലെ നമ്മളെ ചേർത്ത് പിടിക്കും. അങ്ങനെ ഒരു അമ്മ ആണ് നമ്മൾ എല്ലാവരും. അതേപോലെ നമ്മുടെ മക്കളെ കാണണം, നമ്മളും നമ്മുടെ അമ്മമാരെ കാണണം. ലെറ്റ്സ് ക്രിയേറ്റ് എ മെന്റലി ആൻഡ് ഫിസിക്കലി ഹെൽത്തി ജനറേഷൻ. കാരണം ഒരു ഹെൽത്തി സൊസൈറ്റിയെ നമ്മൾ ഉണ്ടാക്കണം. ആൻഡ് ലെറ്റ് us ബി എ റോൾ മോഡൽ ഫോർ മെനി ടു ബി മദേഴ്സിന് നമ്മൾ ഒരു റോൾ മോഡലായി മാറട്ടെ എന്ന് എല്ലാവരെയും ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് ഓൾ ദ മദേഴ്സ് ആൻഡ് വിഷിംഗ് യു ഓൾ എ വെരി 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 ഹാപ്പി മദേഴ്സ് ഡേ. ടേക്ക് കെയർ. ബൈ.